ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സവാദിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ചെകുത്താൻ്റെ ഒരു വീഡിയോ കാണാനിടയായി ഗൈസ്. അപ്പോൾ ചെകുത്താൻ അതിൽ പറയുന്നത് സവാദിനെ ആരും മറന്നു കാണൂല അല്ലേ. സവാദിനെ രണ്ടാമതും KSRTC ബസ്സിൽ സിബ് കൊണ്ട് അല്ലേ ഓന്ത സുനാപ്പി കാണിച്ചിട്ട് ലൈംഗിക അതിക്രമം കാണിച്ചതിന് അറസ്റ്റ് ചെയ്തു. ആദ്യത്തോട്ടം അറസ്റ്റ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ഓനെ ആദ്യത്തോട്ടം 2023 തോന്നുന്നു അല്ലേ. അപ്പോൾ അവനെ അയ്യോ കാല് തിരിച്ചു, ഇങ്ങനെ ഇരുന്നിട്ട് കാല് തിരിച്ചു, കുറച്ച് നേരം ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു, 2023 അവനെ അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോയപ്പോൾ മൈക്കോണല്ലേ അവനൊരു രാജകീയ പരിവേഷമൊക്കെ കൊടുത്തിരുന്നു. അതായത് ആരാണോ കംപ്ലൈൻറ്റ് കൊടുത്തത് അവരെ സ്ലട്ട് ഷെയിം ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ബുള്ളി ചെയ്തിട്ട് എന്ത് ചെയ്ത് അവസാനം അവളാണ് തെറ്റുകാരി, മനഃപൂർവ്വം അവനെ കുടുക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മെൻസ് അസോസിയേഷൻ, ആണുങ്ങളുടെ സംഘടന മറ്റവനെ പൂമാലയൊക്കെ ഇട്ട് കൊടുത്ത് സവാദിന്. അങ്ങനെയായിരുന്നു. രണ്ടാമത് ഓനെ ഇതിൽ പിടിച്ചു ഓക്കെ. അപ്പോഴും മെൻസ് അസോസിയേഷൻ വന്നിട്ട് പറയുന്നുണ്ട് ചിലപ്പോൾ കള്ളക്കേസാവാൻ സാധ്യതയുണ്ട്. KSRTC സ്റ്റാൻഡിൽ അവനെ കണ്ടു എന്നുള്ളൊരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഇട്ടത് കൊണ്ട് അവൻ അങ്ങനെ ചെയ്തു എന്നുള്ളത് എന്താ തെളിവ് എന്നൊക്കെ, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ ചെകുത്താൻ എന്ത് ചെയ്തിട്ടുള്ളത്, ചെകുത്താൻ പറയുന്നത് അവനെന്തോ അസുഖമാണ്, അതുകൊണ്ടായിരിക്കും മെൻ്റലായിട്ടുള്ള എന്തോ പ്രശ്നമാണ്, അപ്പോൾ അതുകൊണ്ടായിരിക്കും അവൻ രണ്ടാമതും ഈ ഒരു ഒഫൻസ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ അവന് ട്രീറ്റ്മെൻറ്റാണ് വേണ്ടത് എന്നാണ്. ഒരു ചങ്ങായി വീണ്ടും ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിന് കാര്യമായി എന്തോ പ്രശ്നമുണ്ടോ, അവന് ട്രീറ്റ്മെൻറ്റാണ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എൻ്റെ സ്വാഭാവികമായിട്ടുള്ള സംശയം, ചെകുത്താൻ അങ്ങനെ ഒരു അഭിപ്രായം മുന്നോട്ട് വയ്ക്കുന്നു അല്ലേ. അത് ചെകുത്താൻ്റെ ഒരു അഭിപ്രായമാണ്. അത് ഡോക്ടേഴ്സിന് എന്താ പറയാനുള്ളതാണ് നമ്മൾ നേരിൽ കേൾക്കേണ്ടത്, സൈക്കോളജിസ്റ്റുകൾക്കും ഒക്കെ അല്ലേ. അപ്പോൾ അതൊരു അസുഖമായിരിക്കുമോ ഗൈസ്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ചെയ്യുക കേട്ടോ. അതായത് ഒരാളെ ഇങ്ങനെ ഇത് പിടിച്ച് വീണ്ടും KSRTCയിൽ തന്നെ വെച്ചിട്ട് അല്ലേ ഓൻ വീണ്ടും ഇത് ചെയ്യുന്നു. ഓനെ KSRTC സ്റ്റാൻഡിൽ കുറേ സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടെന്ന് ആൾക്കാർ പറഞ്ഞു. അതിപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും KSRTC സ്റ്റാൻഡുകളിൽ ബസ്സുകളിൽ കയറുന്നത് എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് അറിയില്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ എന്തായാലും ഓനെ രണ്ടാമത് പിടിച്ചു. അപ്പോൾ 2 വട്ടം ഒരേ ഇത് ചെയ്യുമോ ആളുകൾ? പക്ഷെ പലരും പറയുന്നുണ്ട് കേട്ടോ, ഈ ക്രിമിനൽ ഒഫൻസുകൾ ചെയ്യുന്ന കാര്യങ്ങൾ, ക്രിമിനൽസ് ചെയ്യുന്ന പല ഇതും അവരൊരു ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ ഇതിനു മുമ്പ് ഇതേ ലെവലിലുള്ള കാര്യങ്ങൾ ചെയ്ത് കാണാനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെ. അപ്പോൾ അവർക്കൊക്കെ മെൻ്റലി പ്രശ്നമുള്ളതുകൊണ്ടാണ് ഇവൻ സെക്ഷുവലായിട്ടുള്ള സംഘം ചെയ്യണത്. അപ്പോൾ അവന് ഒരു സെക്ഷുവൽ ഡിസോർഡർ ആണോ എന്നതാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ ഇവിടെ എന്താണ് ചെകുത്താൻ പറയണത് നോക്കട്ടോ.